ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻവെസ്റ്റിംഗ് റൈറ്റ്. ഞാൻ ചെനി. ഗോൾഡിലുള്ള നിങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓഗസ്റ്റ് 2020 ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് നടത്തിയ ഒരു വെബിനാറിന്റെ റെക്കോർഡിംഗ് ആണത്. ഗോൾഡ് എങ്ങനെയാണ് കഴിഞ്ഞ 200 വർഷം ഫെയർ ചെയ്തിരിക്കുന്നത്, അടുത്ത വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും ഗോൾഡിന്റെ വില പോകുന്നത്, എങ്ങനെയൊക്കെ ഗോൾഡിൽ ഇന്നോവേറ്റീവായി ഇൻവെസ്റ്റ് ചെയ്യാം എന്നതെല്ലാമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ലീവ് എ കമന്റ്, ഐ ബി റീഡിംഗ് ദം. താങ്ക് യു. പിന്നെ നമ്മൾ ഗോൾഡിനെ പറ്റിയാണ് അറിയാൻ പോകുന്നത്. കുറച്ചു കാലമായിട്ട് ഗോൾഡ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കും ഗോൾഡിനോട് ഒരു പ്രത്യേക അഭിനിവേശം ഉണ്ട് അല്ലെ. ഗോൾഡിന്റെ പ്രൈസ് വളരെയധികം ഇപ്പൊ ഈ അടുത്ത കാലത്ത് COVID-19 പാൻഡമിക് കാരണം കൂടിയിരിക്കുന്നു. അത് തന്നെ കുറച്ചും കൂടി ന്യൂസിലെല്ലാം ഇത് വരുന്നുണ്ട്. ഗോൾഡ് ഹിസ്റ്റോറിക്കലി കാലാകാലങ്ങളായിട്ട് 2500 വർഷമായിട്ട് തന്നെ ഇതൊരു മണി ഫാക്ടറിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു റിയൽ അസറ്റ് ആണ്. നമുക്കത് കാണാനും തൊടാനും ഒക്കെ സാധിക്കുന്ന ഒരു സംഭവമാണ്. ഏകദേശം ഒരു BC 400 തന്നെ ഗോൾഡ് കോയിൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്നുണ്ടായിരുന്ന അതേ ആ മണി ഫോമിന് യൂസ് ചെയ്യുന്ന കാര്യം ഇത്രയും കാലം കഴിഞ്ഞിട്ടും 2500 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അപ്പൊ ഗോൾഡിനെ പറ്റി വാറൻ ബഫറ്റിന് അത്ര വലിയ മികച്ച അഭിപ്രായമല്ല ഉള്ളത്. അദ്ദേഹം ഒരു വലിയ മികച്ച നിക്ഷേപകനാണല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത് ആഫ്രിക്കയിലോ എവിടെയോ ഉള്ള ഗോൾഡ് കുറെ ആൾക്കാർ കൂടി കുഴിച്ചെടുത്ത് അത് അമേരിക്കയിൽ കൊണ്ടുപോയി വലിയൊരു കുഴിയെടുത്ത് ആ കുഴിയിലിട്ട് അതിന് ചുറ്റും ആംഡ് ആൾക്കാരെ ഗാർഡ്സ് ആയിട്ട് വെച്ച് അവർക്ക് പേ കൊടുത്ത്, എന്നാൽ ഒരു യൂട്ടിലിറ്റിയും ഇല്ല. എന്നാൽ അത് മാഴ്സിന്ന് ആരെങ്കിലും ഇത് കാണാന്നുണ്ടെങ്കിൽ അവരവിടെ തലചോറിയ എന്താണ് നടക്കണത് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗോൾഡ് ഒരു ഡിവിഡന്റ് തരുന്നില്ല, അതിലൊരു റീഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അത് കാരണം കൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഇതൊട്ടും യോഗ്യമല്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗോൾഡിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു 200 വർഷത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഒരു 1% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ ഇത് തന്നെ ഇക്വിറ്റി, ഇപ്പൊ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 6% റിട്ടേൺ തന്നിട്ടുണ്ട് കഴിഞ്ഞ 200 ഇയേഴ്സിൽ. അപ്പൊ അത് തന്നെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഗോൾഡ് ഒരു ലോങ് ടൈമിലേക്ക് അത്ര നല്ലതല്ല. എന്നാലും പെട്ടെന്നുള്ള ചില കയറ്റിറക്കങ്ങൾ ഗോൾഡിൽ ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് നമുക്ക് കാശ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം ഗോൾഡിന്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് ട്രോയ് ഔൺസ് ആണ്. ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 31.3 ഗ്രാം. അപ്പൊ അതിനാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ വില പറയുന്നത്. ഇപ്പൊ $2000 അടുത്താണ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോയ് ഔൺസിനാണ് ഈ $2000. അപ്പോൾ ഇപ്പോ ഏകദേശം 2000-നോട് അടുത്താണ്, 2000 തൊട്ട് താഴെയാണ് ഇപ്പോഴത്തെ അതിന്റെ വില. ഇയർ 2000 അടുത്ത് വന്നപ്പോൾ അതിന്റെ വില ഏകദേശം കുറഞ്ഞ് ഒരു $350 വരെ എല്ലാം വന്നിരുന്നു. ആ 350 നിന്നാണ് പിന്നീടുള്ള 11 വർഷം കൊണ്ട് ഇത് 1300-ലേക്ക് പോയത്. അപ്പൊ ചില കാലയളവിൽ പെട്ടെന്ന് ഗോൾഡ് കൂടുന്നുണ്ട്, ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുറയുന്നുമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഒരു ലോങ് ടൈമിനുള്ള ഒരു നിക്ഷേപം അല്ല എന്നുള്ളതാണ് എന്റെയും അഭിപ്രായം. കാരണം ഇത്ര ഫ്ലക്ച്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് 1970 ഏകദേശം ഇതുപോലെ തന്നെ $250 മറ്റോ വന്നിട്ട് ഒരു 9 വർഷം കൊണ്ടാണ് അത് $2300 പോയത്. 2000-ന്റെ അടുത്തുള്ള ഒരു ഡോളറിലേക്ക് പോയത്. അപ്പോൾ എന്നിട്ട് ആ പീക്ക് അത് രണ്ടാമത് ആ ഗോൾഡ് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡിന് 28 ഇയേഴ്സ് എടുത്തു. അപ്പൊ നമ്മൾ എങ്ങാനും ഇത് വാങ്ങുന്നത്, ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വാങ്ങുന്നത് ഏകദേശം അതുപോലെ ഒരു ടോപ്പിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 28 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വാങ്ങിച്ച വിലയിലേക്കെങ്കിലും തിരിച്ചു വരുള്ളൂ. അത് കാരണം ഇതൊരു റിസ്കി എലമെന്റ് ആണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ചില നമ്മുടെ കൾച്ചർ ഇതെല്ലാം വെച്ചിട്ട് ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും ഗോൾഡ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഇങ്ങനൊരു സെഷൻ എടുക്കാന്ന് വെച്ചത്. നമുക്ക് ഇനി ഇതിന്റെ ഇത് കാണാം. ഓക്കെ, ഗോൾഡിനെ പറ്റിയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ ഇതുവരെ എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഗോൾഡും മൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ഗോൾഡും ഒരുമിച്ച് കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരു 67 അടി നീളത്തിലുള്ള ഒരു ക്യൂബാണ്. 67 അടി നീളം, 67 അടി വീതി, 67 അടി പൊക്കം, അത്രയുള്ള ഒരു ക്യൂബിന് അത്രയുള്ള ഗോൾഡാണ് നമുക്ക് മൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു 70-80% ഗോൾഡും മൈൻ ചെയ്തിരിക്കുന്നത് 1950-ക്ക് ശേഷമാണ്. ഇതൊക്കെയാണ് അതിന്റെ ഒരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ലോകത്തിൽ ഇതുവരെയുള്ള മുഴുവൻ ഗോൾഡും ഏകദേശം 2 ലക്ഷം ടണ്ണാണ്. അതിൽ തന്നെ 6000 ടൺ ഏകദേശം US ഫെഡറൽ റിസർവ്സിന്റെ കയ്യിലാണ്. അപ്പൊ ഗോൾഡ് ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു കറൻസി ബാക്കപ്പ് ആയിട്ട് ഇപ്പോഴും പല ഫെഡറൽ ഗവൺമെന്റ്സും. അപ്പൊ അത് തന്നെ ഒരു വളരെ സർപ്രൈസിംഗ് ഉള്ള കാര്യം. 2000 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു യെല്ലോ മെറ്റലിന്റെ അതിനുള്ള ഒരു ആധിപത്യം ഇതുവരെ പോയിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്ന കാര്യം. പക്ഷെ ഗോൾഡ് ഒരു എക്കോണമിക് ആക്ടിവിറ്റിക്ക് ഒന്നും ചെയ്യുന്നില്ല.
അത് വെറുതെ ഒരു ഡെഡ് അസറ്റ് ആണ്. ഒരു ദിവസത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിന് ഒരു വളർച്ചയില്ല, അത് ഡിവിഡൻഡ് തരുന്നില്ല, അതിനൊരു വളർച്ചയില്ല, അത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ എമൗണ്ട് എടുത്ത് എക്കോണമിക് ആക്ടിവിറ്റീസിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ കാലത്ത് പല ഗവൺമെന്റ്സിനും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മളുടെ ഗവൺമെന്റ് തന്നെ ഇപ്പൊ ഗോൾഡ് സോവറിൻ ബോണ്ട്സ് എല്ലാം ഇറക്കിയിരിക്കുന്നത്. ഇത് തന്നെ അതിനുള്ള ഇത് തരും. പിന്നെ മുമ്പും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് എല്ലാം മെൽറ്റ് ചെയ്ത് ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന ദേ വിൽ ഗീവ് എൻ ഇൻട്രസ്റ്റ് എന്നുള്ള വേറൊരു ഫോമിലും ഇത് വന്നിരുന്നു. അപ്പൊ കാണാമോ? യെസ്. ഓക്കെ. അപ്പൊ ഇതാണ് കഴിഞ്ഞ ഒരു 100-120 വർഷത്തിലുള്ള ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ്. ഇപ്പൊ നോക്കൂ, എത്ര ഫ്ലക്ച്വേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കൂ. ഈ ഫ്ലക്ച്വേഷൻസ് വന്നിരിക്കുന്നു. അങ്ങനെ അവസാനം ഇപ്പോൾ ഏകദേശം $2000 എത്തി നിൽക്കുന്നു. എന്നാൽ ഇതൊരു $5000 വരെ കൂടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്ന ചില എക്കോണമിസ്റ്റുകളുണ്ട്. അതിനുള്ള പല കാരണങ്ങളും അവർ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഗോൾഡ് പ്രൈസ് മൂവ്മെന്റ് കണ്ടോ, ഒരു 1915 $450 ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു 100 വർഷത്തിന് ശേഷം അതിന് 4 ഇരട്ടി ആയിട്ടേ ഉള്ളൂ. 1915 വരെ $450-500 അടുത്തുണ്ടായത് ഇപ്പൊ $2000 ആയിട്ടുള്ളൂ. ഇതിനുശേഷം വലിയ ഒരു മൂവ്മെന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 1935 നമ്മൾ ഗോൾഡ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ 1935 കഴിഞ്ഞ് 35 വർഷത്തിന് ശേഷം അത് ഏകദേശം പകുതിയിലും താഴെയായി. അപ്പൊ ഈ ഒരു വലിയ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നത് കൊണ്ട് ഇൻ ഫ്യൂച്ചറിലും ഇതുപോലെ വരാനുള്ള ഒരു സാധ്യതകൾ കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. 71 ഗോൾഡ് $254 മാത്രം ഉണ്ടായിരുന്ന ഗോൾഡ് അത് കൂടി, അത് ഒരു 1974 ആയപ്പോഴേക്കും $700 ആയി. അതിനുശേഷം ഒന്ന് കുറഞ്ഞു. 1979 ആയപ്പോഴേക്കും ഇത് $2000 എടുത്തു വന്നിരിക്കുന്നു. 1979, അതായത് 10 വർഷം കൊണ്ട് ഏകദേശം 10 ഇരട്ടി അതിന്റെ വില കൂടി. അതിനുശേഷം ഈ പീക്ക് രണ്ടാമത് എടുത്തത് ഏകദേശം 28 കൊല്ലത്തിന് ശേഷമാണ് ഈ പീക്ക് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 2012 ഈ പീക്ക് പിന്നീട് അത് ടച്ച് ചെയ്തത്. അപ്പൊ ഇതിനുശേഷം ഏകദേശം ഈ കാലയളവിലാണ് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നിരുന്നെങ്കിൽ അവരുടെ ഗതി ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം എത്ര വർഷം എടുത്തിട്ട് താഴത്തേക്ക് പോയിട്ട് ഈ പിന്നീട് കിട്ടിയിരിക്കുന്നത് ഈ പ്രൈസ് വന്നപ്പോഴാണ്. ഇപ്പൊ ഇവിടെ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഏകദേശം ഒരു 1983 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അതേ വില കിട്ടണമെങ്കിൽ തന്നെ പിന്നീട് 20-25 വർഷം വേണ്ടി വന്നു. ആ പഴയ വില പോലും കിട്ടാൻ. പിന്നെ എന്തെങ്കിലും അതും ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് എങ്കിലും കിട്ടണമെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതാണ് ഗോൾഡ് പ്രൈസ് മൂവ്മെന്റ്സ്. ഇനി സിൽവറും ഇതുപോലെ തന്നെ ഒരു പ്രഷ്യസ് മെറ്റലാണ്. ഇപ്പൊ സിൽവറും നമുക്കറിയാം അധികം ഗോൾഡിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്രഷ്യസ് മെറ്റൽ ഇതാണ്. പക്ഷെ സിൽവറിന് ഗോൾഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഇൻഡസ്ട്രിയൽ യൂസേജ് ഉണ്ട്. പല സർജിക്കൽ അപ്ലയൻസ് അതിലെല്ലാം യൂസ് ചെയ്യുന്നത് ഡോക്ടർമാർക്ക് അറിയായിരിക്കും. അപ്പൊ സിൽവർ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഒരു എക്കോണമിക് റിസഷൻ വരുമ്പോൾ സിൽവറിന്റെ യൂസേജ് അപ്പൊ ഉണ്ടോ എന്നൊന്നും നോക്കില്ല. എക്കോണമിക് റിസഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സിൽവറിന്റെ പ്രൈസ് താഴേക്ക് പോവുകയാണ് പതിവ്. അങ്ങനെ ഗോൾഡും സിൽവറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ പണ്ട് മുതലേ ഗോൾഡിന്റെ പ്രൈസ് വെച്ചിട്ടായിരുന്നു ഏകദേശം സിൽവറിന് ഒരു പ്രൈസ് കൊടുത്തിരുന്നത്. 1850 ഒരു ഗോൾഡ് ആൻഡ് സിൽവർ റേഷ്യോ, അതായത് 15 കിലോ ഓഫ് സിൽവർ ഇസ് ഈക്വലൻ ടു 1 kg ഗോൾഡ് എന്നുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെയാണ് ഗോൾഡിന്റെ പ്രൈസ് മാത്രമേ അവർ ഡിക്ലെയർ ചെയ്തിരുന്നുള്ളൂ. അത് വെച്ചിട്ട് വേണമായിരുന്നു ഒരു സിൽവറിന്റെ പ്രൈസ് പറയാൻ. എന്നാൽ ഈ ഒരു റേഷ്യോ പിന്നീട് ഘട്ടങ്ങളിൽ അവർ എടുത്തു കളഞ്ഞു. അത് ഗോൾഡും സിൽവറും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് പോയിട്ട് അങ്ങനെ തന്നെ അതിന്റെ പ്രൈസ് കണ്ടുപിടിക്കട്ടെ, പ്രൈസ് ഡിസ്കവറി അത് തന്നെ കാണട്ടെ എന്നുള്ള ഒരു നിലയിലേക്ക് വന്നിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു 19th സെഞ്ചുറി നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ആൻഡ് സിൽവർ റേഷ്യോ ഏകദേശം 1:47 എന്നായി. അത് പിന്നീടും കൂടി. എന്നാൽ സിൽവറിന്റെ ഇൻഡസ്ട്രിയൽ യൂസേജ് കൂടുന്നുണ്ട്, എന്നാലും ഗോൾഡിന് പെട്ടെന്ന് ഒരു വില കൂടുന്നതിന്റെ സാഹചര്യത്തിൽ ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോൾ ഗോൾഡ് സിൽവർ റേഷ്യോ ഏകദേശം 2 മാസം മുമ്പ് ഒരു 85 വന്നിരുന്നു. 1:85, അതായത് 1 kg ഗോൾഡിന് 85 kg സിൽവർ. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ഈസ് ഹൈലി അണ്ടർ പ്രൈസ്ഡ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ റേഷ്യോ കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഗോൾഡോ സിൽവറോ എന്ന് നോക്കാനായിട്ട്. ഒന്നുകിൽ ഗോൾഡ് താഴേക്ക് വരണം, അല്ലെങ്കിൽ സിൽവർ മുകളിലേക്ക് പോകണം. അപ്പൊ ഇത്രയും വൈഡ് ഒരു 85 എന്നുള്ളത് വളരെ അധികം കാലങ്ങളിൽ ഇല്ലാത്ത ഒരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ 3 മാസത്തിൽ ഏകദേശം ഒരു സിൽവർ ഔട്ട് പെർഫോം ചെയ്ത് ഇപ്പോൾ ആ റേഷ്യോ ഏകദേശം 1:80 എന്ന നിലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ സിൽവർ അണ്ടർ പ്രൈസ്ഡ് ആണോ കണ്ടുപിടിക്കാനായിട്ട് നോക്കേണ്ട ഒരു ഘടകം. നമ്മൾ ഗോൾഡിന് പലയധികം ആൾക്കാർ യൂസേജ് ഉണ്ട്, എന്നാൽ സിൽവർ ഇതുപോലെ കൂടും എന്നറിഞ്ഞാൽ പോലും അത് നമുക്ക് വാങ്ങി വെക്കാനായിട്ടുള്ള മാർഗങ്ങൾ വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ ഗോൾഡിന്റെ പല ETFs ഉണ്ട്.
നമുക്ക് ഗോൾഡ് പോയി വാങ്ങിച്ച് വീട്ടിലെടുത്ത് വെക്കാൻ പറ്റും. കാരണം അത് സൂക്ഷിക്കാനായിട്ട് ചെറിയ ഒരു വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞെന്നറിയില്ലേ, വേൾഡിൽ ഉള്ള 2 lakh ടൺ ആണ് ഗോൾഡ് വേൾഡിലുള്ളത്. അത് ഈ 67 ഫീറ്റ് ഉള്ള ക്യൂബിലാണെന്ന് ഓർക്കണം. 67 അടിയുള്ള ഒരു ക്യൂബിലാണ് 2 lakh ടൺ വരുന്നത്. അപ്പൊ ഗോൾഡ് എത്ര കുറച്ചാണ്, വോളിയംനെസ് അത്ര അധികം ഇല്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അത് സൂക്ഷിച്ചു വെക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതും അത് എടുത്തു വെക്കാനായിട്ട് പലർക്കും അതൊരു പ്രചോദനമാകാറുണ്ട്. എന്നാൽ സിൽവറിന്റെ കേസ് അങ്ങനെയല്ല. സിൽവർ നല്ലതാണെന്ന് അറിഞ്ഞാൽ പോലും നമുക്ക് വാങ്ങിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ സൂക്ഷിച്ചു വെക്കാൻ കുറച്ച് പാടാണ്. ഒന്ന് അത് ബൾക്കിയാണ്, രണ്ടാമത് ഈ സിൽവർ കറുത്തു പോകും. വെള്ളി കറക്കുന്നു എന്ന് പറയില്ലേ, അതിന്റെ പ്രോപ്പർട്ടി ഒന്നും മാറില്ലായിരിക്കും. പിന്നീട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഈ സിൽവറിനെ അധികം ആളുകൾ സൂക്ഷിക്കാനായിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കാറില്ല. ഓക്കെ, ഇനി ഈ ഗോൾഡ് കൂടാനായിട്ടുള്ള ചില കാരണങ്ങൾ എക്കണോമിസ്റ്റുകൾ പറയുന്ന മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഹിസ്റ്ററി ഓഫ് ഹോൾഡിംഗ് ഇറ്റ്സ് വാല്യൂ. അപ്പൊ പല കാരണങ്ങളായിട്ട് ഈ ഒരു 2000 വർഷങ്ങളായിട്ട് തന്നെ ഈ ഗോൾഡിന് ഈ വാല്യൂ ഇതുപോലെ നിൽക്കുന്നത് എല്ലാവരും ഒരു വിധത്തിൽ പല ആളുകളെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇനിയും ഇത് തന്നെ കണ്ടിന്യൂഡ് ആവും എന്നുള്ള ഒരു അഭിപ്രായമാണ് പലർക്കും ഉള്ളത്. രണ്ടാമത്തെ, US ഡോളർ വീക്കൻ ആവും തോറും ഗോൾഡിന് വാല്യൂ കൂടും. കാരണം US ഏകദേശം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, എക്കോണമിക് ക്രൈസിസ് വരുമ്പോൾ അവർ കൂടുതൽ നോട്ട് പ്രിന്റ് ചെയ്യും, കൂടുതൽ കാശ് പബ്ലിക്കിന്റെ അടുത്തേക്ക് കൊടുത്ത് അത് കൂടുതൽ മാർക്കറ്റിലേക്ക് കൂടുതൽ ക്യാഷ് കൊണ്ടുവരും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോളറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് ഗോൾഡ് വളരെ കുറവാണ് എന്നുള്ള ഒരു തത്വത്തിലാണ്. അപ്പൊ ഇപ്പോൾ ഈ COVID-19 പ്രശ്നം കാരണം കൊണ്ട് തന്നെ വളരെയധികം ഉത്തേജന പാക്കേജുകൾ പല സ്ഥലത്തും, ഇപ്പൊ US ഫെഡറൽ എന്നായാലും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൽ നിന്നായാലും പല ഉത്തേജക പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് തന്നെ ഗോൾഡിന്റെ വില കൂടുന്നു, US ഡോളർ താഴേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനും ഇത് ആവശ്യമാണ്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല പെൻഷൻ ഫണ്ട്സും നമ്മൾ ഇൻഡിവിജ്വൽസ് തന്നെയും പിന്നെ പലരും ഇപ്പോൾ പല ബാങ്കുകളും ഈ ലോകത്തുള്ള കറൻസികളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ഗോൾഡിലേക്ക് മാറാനായിട്ടുള്ള ഒരു കാര്യം എല്ലാവരും നോക്കും. അങ്ങനെ എല്ലാവരും ഗോൾഡിലേക്ക് വരുന്നു. അതും ഗോൾഡ് കൂടാനായിട്ടൊരു കാരണമാണ്. ഒരു ക്യാമ്പ് പറയുന്നത് അടുത്ത് തന്നെ ഗോൾഡിന്റെ വില ഈ $2000 നിന്ന് $5000 വരെ കുറച്ച് കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ എനിക്കത് വലിയ യോജിപ്പില്ല. എന്നാലും അത് പറയുന്നത് ശരിയാണ്. നമ്മളൊരു $5000 എന്തായാലും എത്തും. അത് 2 വർഷമാണോ 20 വർഷമാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് പെട്ടെന്ന് വളരെയധികം ഫ്ലക്ച്വേഷൻ ഇത്ര അധികം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ഒരു 100 വർഷത്തിന്റെ നമ്മൾ ഗോൾഡ് പ്രൈസിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ഒരു ചെറിയ പാർട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഡീഫ്ലേഷൻ, ഒരു പെട്ടെന്നൊരു വളരെയധികം ഒരു എക്കോണമിക് റിസഷൻസ് വന്നു, ഇൻഫ്ലേഷന്റെ എതിർ ആയിട്ടുള്ള ഒരു കാര്യം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എല്ലാം വളരെ കുറഞ്ഞു, വളരെയധികം ഒരു പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ ആ സമയത്തും ഗോൾഡിന് കൂടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ ഇൻക്രീസ് ഡിമാൻഡ്. ഇപ്പൊ ഇന്ത്യക്കാരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഒരു മാരേജസിനും മറ്റും ഗോൾഡ് അധികം യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ കൺസ്യൂമർ ഇൻ ഗോൾഡ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളുടെയും വീട്ടിലിരിക്കുന്ന ഗോൾഡ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വലിയ ഒരു എമൗണ്ടിലുള്ള ഗോൾഡ് നമുക്ക് സമാഹരിക്കും. മാരേജസിനും മറ്റും ഇത് യൂസ് ചെയ്യുന്ന ഒരു രീതി ഇന്ത്യയിലും വേറെ പല രാജ്യങ്ങളിലും ഉള്ളത് കൊണ്ട് തന്നെ ഗോൾഡിന് അതും ഒരു റീസൺ ആണ് ഇതിന്റെ ഇൻക്രീസ്ഡ് ഡിമാൻഡിന്. ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ആക്ച്വലി ഉള്ളത് ചൈനയിലാണ്. ഇന്ത്യയാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ ഇൻ ഗോൾഡ്. പിന്നീടും ഗോൾഡിന് ഒരു കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വേൾഡ് കറൻസീസിൽ പലർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നു. അത് കാരണം കൊണ്ട് തന്നെ US ഡോളർ എന്നതിനെല്ലാം പകരം ഗോൾഡ് ആയിട്ട് വെക്കാനായിട്ട് പലരും പ്രിഫർ ചെയ്യുന്നു. കാരണം അവിടേക്ക് ഒരു ഇൻഫ്ലേറ്റഡ് എക്കോണമിയാണ്, കാശ് പ്രിന്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു വിധത്തിലും ചിന്തിക്കുന്ന ഒരു ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അവർ ഇതിനെ ഗോൾഡിൽ അവരുടെ അസറ്റ്സിനെ വെക്കാനായിട്ട് പല ഇതുകളും വെക്കുന്നു. പണ്ടെല്ലാം ഇതുപോലെ ഫെഡറൽ ബാങ്ക്സ്, അതായത് റിസർവ് ബാങ്ക്സ് ഇൻ എല്ലാ കൺട്രീസും ഗോൾഡിന്റെ ബാക്കപ്പിലായിരുന്നു മറ്റേ കറൻസി എല്ലാം പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് അതിൽ നിന്ന് മാറി. എന്നാൽ തിരിച്ച് അതേ രീതിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നതെന്നാണ് പലരും പറയുന്നത്. അപ്പൊ അങ്ങനെ സെൻട്രൽ ബാങ്ക്സ് എല്ലാം ഗോൾഡ് വാങ്ങണ ഒരു വരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന്റെ സപ്ലൈ വളരെ ലിമിറ്റഡ് ആണ്. പുതിയ മൈൻസ് കഴിഞ്ഞ 20 വർഷത്തിൽ കാര്യമായിട്ട് ഒരു പുതിയ ഒരു സൈസബിൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന ഒരു മൈൻ പോലും കഴിഞ്ഞ 20 വർഷത്തിൽ വന്നിട്ടില്ല. അപ്പൊ ഗോൾഡിന്റെ സപ്ലൈ ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഈ സെൻട്രൽ ബാങ്ക്സിന് ഇത് വാങ്ങിക്കേണ്ടി വന്നു. എല്ലാവരും ബാക്കപ്പായി ഒരിക്കൽ കൂടി ഗോൾഡാണ് വെക്കാൻ പോകുന്നതെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് ഡെഫിനറ്റ്ലി പെട്ടെന്ന് ഉയരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി.
ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു വാർ, ഇങ്ങനെ പല പ്രൊട്ടസ്റ്റുകൾ, ഇപ്പൊ ഹോങ്കോങ്ങിൽ എന്താ പ്രൊട്ടസ്റ്റ് നടക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ ചില പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എല്ലാവരും ഒരു സേഫ് അസറ്റ്സിലേക്ക് മാറാനായിട്ട് നോക്കും. ഈ US$ അതെല്ലാം ക്രാഷ് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള, ഒരിക്കലും നഷ്ടം വരാത്ത ഒരു തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കാനായിട്ട് ഗോൾഡിനെ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും ഗോൾഡിന്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ ഗോൾഡിന്റെ പ്രൈസ് കൂടും അടുത്ത് തന്നെ എന്ന് പറയുന്ന ആൾക്കാരുടെ ക്യാമ്പ് പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ സത്യമുണ്ട്. ഗോൾഡ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഓർണമെന്റ്സ് ആയിട്ടാണ് ഗോൾഡ് അടുത്ത കാലത്ത് വരെ, ഒരു 10-20 വർഷം മുമ്പ് എല്ലാവരുടെയും ഉള്ളത് എല്ലാം ഒരു ഓർണമെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ബാറുകളോ ഒക്കെ ആയിട്ടോ ആയിരുന്നു. അപ്പോൾ ഓർണമെന്റ്സ് ആണ് ജനറലി പ്രിഫർ ചെയ്യുക. അപ്പൊ നമ്മൾ വീട്ടിൽ ഗോൾഡ് ഓർണമെന്റ്സ് വെയർ ചെയ്യാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് വാങ്ങിയേ നിവൃത്തിയുള്ളൂ. നമുക്ക് വേറെ ETF എല്ലാം വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തായാലും ഗോൾഡ് ഓർണമെന്റ്സ് തന്നെ വാങ്ങണം. എന്നിരുന്നാലും ഈ ഗോൾഡ് ഓർണമെന്റ്സ് അല്ലാതെ ഉള്ള കാര്യങ്ങൾ വാങ്ങുകയാണെങ്കിൽ തന്നെ, ഗോൾഡിലേക്ക് വാങ്ങുകയാണെങ്കിൽ ഓർണമെന്റ്സ് വാങ്ങുമ്പോൾ വളരെ ഒരു ഇൻഎഫിഷ്യന്റ് വേ ആണ്. ഇപ്പൊ മേക്കിംഗ് ചാർജസ്, വേസ്റ്റേജ്, ഇങ്ങനെ പല കാര്യങ്ങളും, അതിന്റെ ചാർജസ്, ലേബർ ചാർജ്, ഇങ്ങനെ പലതും അതിൽ ആഡ് ചെയ്തിട്ട് വലിയ ഒരു തുക നമ്മളിൽ നിന്നും ഈടാക്കുന്നു. സാധാരണ ഇത് എന്നിട്ടും എന്തുകൊണ്ടാണ് പല ജ്വല്ലറികളും പുതുതായിട്ട് വരുന്നത്, വളരെയധികം ജ്വല്ലറികൾ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഗോൾഡ് വാങ്ങാൻ പോകുന്നത് സ്ത്രീകളായിരിക്കും. അപ്പൊ അവര് ഇത് മനസ്സിലാക്കാതെ ആയിരിക്കാം. കാരണം നമ്മളൊരു ഗോൾഡ് ചെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പൈസ വാങ്ങാതെ തന്നെ വേറൊരു ഗോൾഡ് ചെയിൻ തിരിച്ചു തരുന്നു. പക്ഷെ അതിന്റെ തൂക്കം മറ്റും കുറവായിരിക്കും, കാരണം അതിന്റെ ചാർജസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ആയി കഴിയുമ്പോൾ അത് കുറവായിരിക്കാം. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പൊ അതാണ് ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങിച്ചാലുള്ള അത് കാരണം ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങിയാൽ തന്നെ അതൊരു 10-20 വർഷത്തേക്കെങ്കിലും യൂസ് ചെയ്യുന്നു. പുതിയ ലേറ്റസ്റ്റ് ഫാഷൻ വരുമ്പോൾ മാറാൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതാണ് ഒരു ഫോം. സെക്കൻഡ്, കുറച്ചും കൂടി ബെറ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് കോയിൻസോ മറ്റോ വാങ്ങി വെക്കുക. അപ്പൊ അതിൽ മേക്കിംഗ് ചാർജ് അധികം വരുന്നില്ല ഗോൾഡ് ഉണ്ടാക്കുന്നതിന്റെ. എന്നിരുന്നാൽ പോലും ഇത് ഒരു ഫിസിക്കൽ അസറ്റ് തന്നെയാണ്. അപ്പൊ പിന്നെ അത് ആരെങ്കിലും അത് മോഷ്ടിക്കുമോ എന്നൊക്കെ നോക്കി എടുത്തു വെക്കേണ്ട, അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ചാർജസും ഒക്കെ എല്ലാം അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. ഇതിന് ശേഷമുള്ളതാണ് പേപ്പർ ഗോൾഡ്. പേപ്പർ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലമിലായിട്ടുള്ള ഒരു ETF അതിൽ ഒരു ഘടകം മാത്രമാണ്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. നമുക്കറിയാം, പലരും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതൊരു വളരെ നല്ലൊരു മാർഗമാണ് നമ്മൾ ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഒരു മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഒരു പുതിയ ഗോൾഡ് ETF ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു, അങ്ങനെ പൊതുജനങ്ങളിൽ നിന്നും മണി കളക്ട് ചെയ്യുന്നു. ഇത് പുതിയ ഒരു NFO ആണ്, ആളുകൾക്കെല്ലാം ചെയ്യാം, നിങ്ങൾ ഗോൾഡ് യൂണിറ്റ്സ് തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ യൂണിറ്റ് ആക്ച്വലി ജനറലി എല്ലാവരും വെക്കുന്നത് 1 gram ആയിരിക്കും ഒരു യൂണിറ്റിന്റെ വില. അങ്ങനെ കാശ് കളക്ട് ചെയ്തതിന് ശേഷം പിന്നത്തെ 2 ആഴ്ച കൊണ്ട് അവർ പോയി അതിനുള്ള തത്തുല്യമായ ഗോൾഡ് വാങ്ങിക്കുന്നു, അതിനെ ലോക്കറിൽ വെക്കുന്നു, ലോക്ക് ആൻഡ് കീ എടുത്ത് വെക്കുന്നു, അതിന് പ്രൊട്ടക്ഷൻ, ഇൻഷുറൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാശ് തന്നിരിക്കുന്ന എല്ലാവർക്കും അതിന്റെ യൂണിറ്റ്സ് അലോട്ട് ചെയ്യുന്നു. ഈ യൂണിറ്റ്സ് നമുക്ക് എക്സ്ചേഞ്ചുകളിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ വാങ്ങി വെച്ചിരിക്കുന്ന, ഇപ്പൊ ആക്സിസ് ഗോൾഡ് ഫണ്ട് ആണ് ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗോൾഡ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവർക്ക് പിന്നെ വേറെ അതിൽ പാർട്ടില്ല. അവര് ഇതുപോലെയുള്ള നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിനു ശേഷം നമുക്ക് ഈ കമ്പനി എല്ലാ ദിവസവും ഈ ഗോൾഡിന്റെ നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗോൾഡ് പ്രൈസ് ആയിരിക്കില്ല, കാരണം അതിൽ കുറെ ഈ ചാർജസ്, ലൈക്ക് വെക്കുന്നതിന്റെ ചാർജസ്, അത് ഗാർഡ് ചെയ്യുന്നതിന്റെ ഇൻഷുറൻസ്, അങ്ങനത്തെ കുറച്ച് ചാർജസ് എല്ലാം ഉണ്ടാകും. അതെല്ലാം വെച്ചിട്ട് ഈ NAVs എല്ലാ ദിവസവും ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കും. ആ NAV പ്രകാരം, NAV നോക്കിയിട്ടായിരിക്കുമല്ലോ ഒരാൾ വാങ്ങാനും വിൽക്കാനും വരുന്നത്. അപ്പോൾ ഏകദേശം എക്സ്ചേഞ്ചിൽ പോയി നമുക്ക് വാങ്ങാൻ സാധിക്കും. എന്നാൽ ഒരാൾക്ക് ഈ തിരിച്ച് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ പോയിട്ട് ഗോൾഡ് വേണം എന്ന് പറയാൻ സാധ്യമല്ല. കാരണം നമ്മൾ ഈ 100 ഗ്രാമിനുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ETF യൂണിറ്റ്സ് ഉണ്ട്, ഇത് വെച്ചിട്ട് അതിന്റെ ഗോൾഡ് എനിക്ക് തരൂ എന്ന് പറഞ്ഞാൽ അവർ തരില്ല. അപ്പോൾ അതിന് പകരം എന്ന് വെച്ചാൽ അവരൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 kg 2 kg അങ്ങനെയുള്ള ഒരു ലിമിറ്റിലുള്ള യൂണിറ്റ്സ്, അതായത് 2000 യൂണിറ്റ്സ് വരുന്ന അത്രയും യൂണിറ്റ് കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ AMCയിൽ പോയി ഇത് സബ്മിറ്റ് ചെയ്ത് ആ ഗോൾഡ് ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവരത് തുറന്ന് അതിൽ നിന്നും ഗോൾഡ് എടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ജനറലി ആരും അത്രയും യൂണിറ്റ്സ് വെക്കാറില്ല. ഇതിന്റെ ട്രേഡിംഗ് ആക്ച്വലി എക്സ്ചേഞ്ചിൽ തന്നെയാണ് നടക്കുന്നത്. അത് ഏകദേശം ഒരു ഗോൾഡ് പ്രൈസ് നല്ലവണ്ണം തന്നെ ട്രാക്ക് ചെയ്യുന്നു. അത് കാരണം ഇതൊരു നല്ല മാർഗമാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഗോൾഡ് സോവറിൻ ബോണ്ട്സ്. ഗോൾഡ് സോവറിൻ ബോണ്ട്സിന്റെ ഇഷ്യൂ ഇടയ്ക്കിട്ട് ഇങ്ങനെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പുതിയ ഇഷ്യൂ.
അപ്പോൾ ആ ഇഷ്യൂ ടൈമിൽ നമ്മൾ പോയി ഗോൾഡ് സോവറിൻ ബോണ്ട്സ് വാങ്ങുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ വാങ്ങുന്ന ഗോൾഡ്, നമ്മളൊരു 10 ലക്ഷമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിരിക്കട്ടെ, 10 ലക്ഷത്തിനും 2.5% ഒരു പലിശ ഗവൺമെന്റ് എല്ലാ വർഷവും നമുക്ക് അതിനൊരു റിട്ടേൺ ആയി തന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ സ്കീമിന് ഏകദേശം ഒരു 8 വർഷത്തിന്റെ ലോക്കിൻ ഉണ്ട്, 5-8 വർഷം ലോക്കിൻ. ആ ലോക്കിൻ കഴിയുന്നവരെ എല്ലാ വർഷവും നമുക്ക് 2.5% കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഈ 8 വർഷം കഴിഞ്ഞതിന് ശേഷം ഗോൾഡിന്റെ വില, ഈ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഗോൾഡിന്റെ വില ഏകദേശം ഇരട്ടിയായി എന്നിരിക്കട്ടെ. അപ്പോൾ ഈ 10 ലക്ഷത്തിന് പകരം നമുക്ക് 20 ലക്ഷം രൂപ അത് കഴിയുന്ന സമയത്ത് നമുക്ക് തിരിച്ച് തന്നുകൊള്ളാം എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 8 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഗോൾഡ് വില നമുക്ക് തിരിച്ചു തരുന്നു. അതുവരെ നമുക്ക് ഒരു 2.5% എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഗോൾഡ് ഒരു 5 കൊല്ലം കൊണ്ട് ഇരട്ടിയാവുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കിട്ടുന്നത് 14.5% ഇരട്ടിയാവുന്നത് കാരണം ഓരോ വർഷം കിട്ടുന്നത്, പ്ലസ് ഒരു 2.5% ഗവൺമെന്റ് നമുക്ക് തരുന്നു. നമ്മൾ ഈ കിട്ടുന്ന 2.5% ഗവൺമെന്റ് തരുന്ന 25,000 രൂപ, 10 ലക്ഷത്തിന് 25,000 രൂപ നമുക്ക് കിട്ടുമ്പോൾ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം, നമ്മുടെ ഇൻകത്തോട് അത് ആഡ് ചെയ്യപ്പെടും. എന്നാൽ ഈ ഗോൾഡ് ഡബിൾ ചെയ്യുകയോ 50% കൂടുകയോ ചെയ്യുന്ന, എത്ര കൂടിയാലും 5 ഇരട്ടിയായാൽ അതിനും ഒന്നിനും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഈടാക്കുന്നതല്ല. അപ്പൊ ഒരു ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളുടെ കുട്ടികളുടെ വിവാഹമോ മറ്റോ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു വളരെ നല്ല മാർഗം, 1 വർഷം ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇതിൽ ലിക്വിഡിറ്റി കുറവായിരിക്കും കമ്പയർഡ് ടു ETF. ETF-ലാണെങ്കിൽ ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് അതിൽ പോയി സെല് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതിൽ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. ഇതും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്, ഈ ഗോൾഡ് ബോണ്ട്സ്. പക്ഷെ അവിടെ അത് വാങ്ങാനായിട്ട് അധികം ആളുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അത് വലിയ തുകയ്ക്കായിരിക്കാം, അതിന്റെ യൂണിറ്റ്സ് കുറച്ചും കൂടി സൈസ് കൂടുതലായതുകൊണ്ട് അധികം തുക ട്രേഡ് ചെയ്യാൻ കുറച്ച് വിഷമം ഉണ്ടാവും. അത് കാരണം കൊണ്ട് തന്നെ ഈ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 8 വർഷം ലോക്കിൻ ആവും എന്ന ഒരു ഉറപ്പോട് കൂടി മാത്രമേ ഇതിലേക്ക് വാങ്ങാൻ പാടുള്ളൂ. മറ്റു വിധത്തിൽ പോയി ഇത് വാങ്ങി ഉടനെ എക്സ്ചേഞ്ചിൽ അടുത്ത മാസം സെല് ചെയ്യാം എന്നുള്ള ഒരു കരുതി ഇതിലേക്ക് വരാൻ പാടില്ല. ഇനിയുള്ളത് ഒരു ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു മാർഗം, ഏകദേശം ഡയറക്റ്റ് മാർഗമല്ല, കുറച്ചൊരു ഇൻഡയറക്റ്റ് വേ ആണ്, പക്ഷെ ഒരു ന്യൂജൻ വേ ആണ്. അതായത് നമ്മളുടെ ഗോൾഡ് ഫിനാൻസിങ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം രാജ്യത്ത് മുഖ്യമായിട്ട് പ്രവർത്തിക്കുന്ന 2 ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസ്, അതായത് ഒന്ന് മുത്തൂറ്റ് ഫിനാൻസ് ആൻഡ് മണപ്പുറം ഫിനാൻസ്. ഇത് രണ്ടും കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കമ്പനികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ലോൺ കൊടുക്കുന്നു, ഗോൾഡ് വാങ്ങി വെച്ചിട്ട് ഗോൾഡ് ലോൺ കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ക്രൈസിസിന്റെ വെളിച്ചത്തിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഒരു അഡ്വാൻറ്റേജസ് ആണ് ഈ കമ്പനികൾക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഒരു COVID-19 പ്രതിസന്ധി കാരണം കൊണ്ട് പലരുടെയും ജോലി നഷ്ടപ്പെടുന്നു, പലർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു. അത് കാരണങ്ങൾ കൊണ്ട് തന്നെ വരും വർഷങ്ങളിലോ മാസങ്ങളിലോ തന്നെ എല്ലാവർക്കും വളരെ ഒരു പണത്തിനുള്ള ഒരു ഞെരുക്കം ഉണ്ടാവുകയും അവര് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനാണ് NPA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിഷ്ക്രിയ ആസ്തിയായിട്ട് മാറുന്നു NPS. ഈ NPS ബാങ്കുകൾക്ക് വളരെ കൂടാനുള്ള സാധ്യതയാണ് അടുത്ത മാസങ്ങളിൽ കാണുന്നത്. എന്നാൽ ഗവൺമെന്റ് ഇപ്പോൾ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ കാലയളവിൽ നമ്മൾ ലോൺ എടുത്തിരിക്കുന്നതിന്റെ പലിശ അടയ്ക്കേണ്ടതില്ല. അങ്ങനെ അടയ്ക്കാതിരുന്നാലും അതിനെ ഒരു NPA ആയിട്ട് കൂട്ടരുത് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ പലരും ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ അടയ്ക്കാത്തത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ബാങ്കുകൾക്കും അല്ല ഇതിനെ റേറ്റ് ചെയ്യുന്ന ഏജൻസീസിന്. അപ്പോൾ നമുക്ക് ഈ മൊറട്ടോറിയം എല്ലാം നിർത്തി കഴിഞ്ഞതിന് ശേഷമേ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. ആ സമയമാകുമ്പോഴേക്കും വളരെയധികം NPA പല വിധത്തിലും ഇത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഏത് പ്രൊഫഷനിലുള്ള ആളുകളായാലും ഒരു സാലറി കിട്ടുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ കോവിഡ് സിറ്റുവേഷൻ വളരെ മോശമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രൊഫഷനിലുള്ള ആളായി കഴിഞ്ഞാലും, ഒരു ചെറുകിട വ്യവസായം നടത്തുന്ന ആളായാലും, ഒരു കൂലി വേലക്കാരനായാലും, ഒരു ഓട്ടോ തൊഴിലാളിയായാലും എല്ലാവരെയും ഇത് അഫക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ വളരെയധികം ഇതിൽ ഈ ബാങ്കുകളിൽ നിഷ്ക്രിയാസ്തി കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയത്താണ് ഈ ഗോൾഡ് ഫിനാൻസിങ് കമ്പനികൾക്കുള്ള ഒരു പ്രത്യേകത. അതായത് ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസും ഹൗസിംഗ് ലോൺസ് കൊടുക്കുന്ന കമ്പനികൾക്കും എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു ലോൺ കൊടുക്കുമ്പോൾ എപ്പോഴും അതിനൊരു ബാക്കിംഗ് ഉണ്ടാവും. അപ്പൊ ഹൗസിംഗ് ലോൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി പേപ്പേഴ്സ് വാങ്ങി വെച്ചിട്ട് മാത്രമേ അവർ ഇത് കൊടുക്കുകയുള്ളൂ. അതുകൂടാതെ ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസ് ആണെങ്കിൽ ഗോൾഡ് വാങ്ങി വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇത് കാരണം എന്താണ് ഗുണം? മറ്റു ബാങ്കുകളുടെ പോലെ മറ്റു ബാങ്കുകൾ പലതിനും ഇതുപോലെ പ്രോപ്പർട്ടി പേപ്പേഴ്സോ പലതോ വാങ്ങി വെച്ചിട്ടായിരിക്കാം അവർ ലോൺ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെയും സാലറീഡ് ആണല്ലോ എന്നെല്ലാം കരുതി ലോൺ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നിഷ്ക്രിയ ആസ്തിയായിട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ 2 കാറ്റഗറികൾക്ക് അത് വളരെ കുറവായിരിക്കും. അതായത് ഗോൾഡ് ഫിനാൻസ് ആൻഡ് ഹൗസിംഗ് ഫിനാൻസ്. അപ്പോൾ ഈ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്ക്
പ്രോപ്പർട്ടി പേപ്പേഴ്സ് കയ്യിലുണ്ടെങ്കിലും ഒരാള് അതിന്റെ ലോൺ തിരിച്ചടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിറ്റ് അത് കാശ് ഈടാക്കാനായിട്ടുള്ള സാധ്യത വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. കാരണം അതിന് കുറെ പ്രോസസ്സ് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് 1-2 വർഷം എടുക്കാം. എന്നാൽ ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസിൽ കാശ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ തന്നെ അവർക്കത് വിറ്റ് ആ കാശ് ഈടാക്കാവുന്നതാണ്. ഇത് വിവരം അറിയുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്ന എല്ലാവരും ആരും തന്നെ ഗോൾഡ് കാര്യങ്ങൾ പോയി അടയ്ക്കാനും നിർബന്ധിതരാകും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനുള്ള ഒരു ഗുണം. അത് കാരണം കൊണ്ട് തന്നെ മണപ്പുറം ഫിനാൻസ് ആൻഡ് മുത്തൂറ്റ് ഫിനാൻസ് ഇതില് എന്താണ് ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ലെൻഡിങ് കമ്പനീസ് ആണ്. HDFC ബാങ്ക്, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എല്ലാം ക്രെഡിറ്റിന് ലെൻഡിങ് ചെയ്യുന്ന കമ്പനികളാണ്. പക്ഷെ ഈ ഗോൾഡ് ഫിനാൻസിങ് കമ്പനികൾ ഒരു ബാക്കപ്പോട് കൂടി മാത്രമേ, ഒരു സെക്യൂരിറ്റിയോട് കൂടി മാത്രമേ ലോൺ കൊടുക്കുന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ഒരു കാലഘട്ടം വളരെ അധികം നല്ലതായിരിക്കും. അത് കാരണം ഇതിന്റെ ഷെയർസ് ഓൾറെഡി വളരെയധികം കൂടി കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഈ ലെവലിൽ നിന്ന് പോലും അടുത്ത കുറച്ച് കാലങ്ങളിൽ ഇത് സ്റ്റോക്ക് പ്രൈസ് കൂടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ മണപ്പുറത്തിന്റെ റിസൾട്ട് ഈ അടുത്ത് വന്നു. അതിൽ അവർക്ക് കുറച്ചൊരു മൈക്രോ ഫിനാൻസ് സെക്ഷനും കൂടി ഉണ്ട്. അതൊരു ക്രെഡിറ്റ് ലെൻഡിങ് ബിസിനസ് ആണ്, ഇനി സെക്യൂരിറ്റീസ്. സോ അതിന് കുറച്ചൊരു ഉണ്ട്. അത് കാരണം അതിന്റെ ഷെയർ പ്രൈസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇവിടെ നിന്ന് ഒരു 10% താഴെ വരികയാണെങ്കിൽ മണപ്പുറം ആൻഡ് മുത്തൂറ്റ് ഒരു 1 year 2 year ഗീവ് ഉണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ തരാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഒരു പാൻഡമിക്കും എല്ലാവരുടെ ജോലിയെല്ലാം പോകുമ്പോൾ ആദ്യം ലോക്ക്ഡൌൺ ലിഫ്റ്റ് ചെയ്തപ്പോൾ ആളുകൾ പോകുന്നത് പോയി ലോൺ എടുക്കാനാണ്. അവർക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, പല കാര്യങ്ങൾക്കും ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻക്രീസ്ഡ് ബിസിനസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു പാൻഡമിക് വന്നതോടുകൂടി പലരുടെയും ജീവനോപാധിയും എല്ലാം പോയി പല കമ്പനികളും അടച്ചിടേണ്ട ഒരു സ്ഥലം വരുമ്പോൾ ഇതുപോലത്തെയുള്ള കമ്പനികൾക്ക് കൂടുതൽ ഒരു ബിസിനസ്സിനുള്ള അവസരമാണ് ഇത് ഒരുക്കുന്നത്. അത് കാരണം ഈ കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ ഇപ്പോൾ കാപ്പിറ്റൽ സിറിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എല്ലാം അവരുടെ ഗോൾഡ് ലോൺ എക്സ്പോഷർ വളരെ കൂട്ടാനായി ഇത് അവസരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം കാപ്പിറ്റൽ സിറിയൻ ബാങ്ക് അത്ര ഇല്ലെങ്കിലും ഫെഡറൽ ബാങ്ക് ഈ ഒരു നിഷ്ക്രിയ ആസ്തിയുടെ പ്രശ്നം ഉണ്ട്. അതായത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ലോൺ എക്സ്പോഷർ വളരെ കൂട്ടുന്നത് കൊണ്ട് അവർക്കത് ഗുണകരമായിരിക്കും. വരും വർഷങ്ങളിൽ അതിന്റെ ഒരു പ്രോഫിറ്റ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് പലതും നമ്മൾ കഴിഞ്ഞു. ഗോൾഡ് ഇക്വിറ്റീസ് ആയിട്ട് ഒരു നെഗറ്റീവ് കോറിലേറ്റഡ് ആണ്. ഗോൾഡിന്റെ പ്രൈസ് ആക്ച്വലി ഇക്വിറ്റി മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം വന്ന് താഴേക്ക് പോകുന്ന ഒരു അവസരത്തിൽ ഗോൾഡിന്റെ പ്രൈസ് കൂടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ വളരെ ലീനിയർ ആയിരിക്കണമെന്നില്ല. കാരണം ഈ കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഗോൾഡ് പ്രൈസ് എല്ലാം താഴേക്ക് വരാനാണ് ആദ്യം കണ്ടത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇക്വിറ്റി മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് മാർജിൻ സെല്ലിംഗ് പ്രഷേഴ്സ് എല്ലാം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ലിക്വിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടാകുന്നു. അപ്പൊ കയ്യിലിരിക്കുന്ന ഗോൾഡ് വിറ്റിട്ടായാലും ആളുകൾ ഇതിലേക്ക് കാശ് കൊണ്ടുവരും പെട്ടെന്നുള്ള പണത്തിന്റെ ആവശ്യത്തിന്. അത് കാരണം തുടക്കത്തിൽ അത് ആ ഒരു കോറിലേഷൻ ഇല്ലെങ്കിലും പിന്നീട് നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് കോറിലേഷൻ ആണ് ഇക്വിറ്റീസുമായിട്ടുള്ളത്. പിന്നെ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻസിലും കണ്ടു. അപ്പൊ ഇതൊരു ലൂസ് ഫിസിക്കൽ പോളിസീസും ലൂസ് മോണിറ്ററി പോളിസീസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്ജ് ആണ് ഈ ഗോൾഡ്. അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും ഡെവലപ്പ് കൺട്രീസ് പ്രത്യേകിച്ചും ഈ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ചിട്ട് അത് സീറോയിലേക്ക് ആക്കി നിർത്തുക. സീറോ ആക്കുന്നതാണ് എക്കോണമിക്ക് നല്ലത് എന്നുള്ള ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ അതെല്ലാം ഗോൾഡിന് ഹെൽപ്പ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് ഗോൾഡിന് നല്ലതാണ്. അപ്പോൾ ആ ഒരു വിധത്തിലും ഇപ്പൊ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നു. ഇതൊന്നും നോക്കും. നമ്മൾ മൈനിങ് കമ്പനീസ് കേട്ടിട്ടുണ്ട്, ഗോൾഡ് മൈൻ ചെയ്യുന്ന കമ്പനികളെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരു മൈനിങ് കമ്പനിയുടെ ഷെയർ പ്രൈസ് $100 ആണെന്ന് വിചാരിക്കുക. ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് ഒരു ട്രോയ് ഔൺസിന് $2000 ആണ്. ഈ കമ്പനി, അതായത് ഈ മൈനിങ് കമ്പനി ഒരു ഔൺസ് മൈൻ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ഏകദേശം $700 അവർക്ക് ലാഭം ഉണ്ടാക്കുന്നു. സ്ഥിതിയിലാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്? അവർ അറ്റ്ലീസ്റ്റ് ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എത്രയായിരിക്കും ഗോൾഡ് 2700 പോവുകയാണെങ്കിൽ? ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? 2700 പോവുകയാണെങ്കിൽ ഈ ഗോൾഡിന്റെ പ്രൈസ് 2700 പോകുന്നു. ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഈ 100 നിന്നും എത്രയൊക്കെയാണ് പോകാൻ ടെക്നിക്കലി പോസിബിൾ? ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? അപ്പോൾ ഇത് $700 ആയിരുന്നു. $2000 ഗോൾഡിന്റെ പ്രൈസ് ഉള്ളപ്പോൾ $700 ഈ കമ്പനി ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ $2700 പോകുമ്പോൾ ഈ കമ്പനി ഉണ്ടാക്കുന്ന ലാഭം $1400 ആണ്, അല്ലെ? $1400 ആണ് ഈ കമ്പനി ഒരു ട്രോയ് ഔൺസുമ്പോൾ ലാഭം ഉണ്ടാക്കുന്നത്. അതായത് അവരുടെ ലാഭം ഇരട്ടിച്ചു. നെറ്റ് പ്രോഫിറ്റ്, ആ കമ്പനിയുടെ അറ്റാദായം ഇരട്ടിക്കുന്നു. അതിനാൽ ആ കമ്പനിയുടെ ഷെയർ പ്രൈസും 100 നിന്നും $200 വരുന്നു. $100 കൂടിയുള്ളൂ. അതായത് ഒരു 20-25% കൂടിയപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഡബിളായി. ഒരു മൈനിങ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗോൾഡ് പ്രൈസ് 2000 ഉള്ളപ്പോൾ
അത് $700 ഇവർക്ക് ലാഭം കിട്ടുന്നത് ഒരു ട്രോയ് ഔൺസ് കുഴിച്ചെടുക്കുമ്പോൾ. 2000-ന് $100 ഇതിന്റെ പ്രൈസ്, 2700-ന് 200. കണ്ടോ, ഈ ഇത് നോക്കൂ. അപ്പോൾ 2000 ഉണ്ടായിരുന്ന ഗോൾഡ് ഏകദേശം ഇരട്ടിയാകുമ്പോൾ, അതായത് 4100 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 110% കൂടുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് 100-ൽ നിന്നും $400, 4 ഇരട്ടിയായി. ഇവിടെ ഇരട്ടിയായിട്ടുള്ളൂ, ഇവിടെ 4 ഇരട്ടിയായി. ഈ ഒരു തത്വം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്നത്. പറഞ്ഞു വരുന്നത് വേൾഡ് ഗോൾഡ് ഫണ്ട്. വേൾഡ് ഗോൾഡ് ഫണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ, താഴെയുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിലൊരു വേൾഡ് ഗോൾഡ് ഫണ്ട് ഉണ്ട്, DSP വേൾഡ് ഗോൾഡ് ഫണ്ട്. അതൊരു മ്യൂച്വൽ ഫണ്ടാണ്, ETF മ്യൂച്വൽ ഫണ്ട്. അതൊരു ഫണ്ട് ഓഫ് ഫണ്ടാണ്, അതായത് ഒരു ഫണ്ടിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? US-ലുള്ള ബ്ലാക്ക് റോക്ക് വേൾഡ് ഗോൾഡ് ഫണ്ടിലാണ്. ആ ബ്ലാക്ക് റോക്ക് വേൾഡ് ഗോൾഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് US, കാനഡ, ഓസ്ട്രേലിയ അവിടെയുള്ള മൈനിങ് കമ്പനീസിലാണ്. അവിടെയുള്ള മൈനിങ് കമ്പനീസിലാണ്. അതിനാൽ ഈ ഫണ്ട് വാങ്ങിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗോൾഡ് പ്രൈസ് കൂടുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസും തത്തുല്യമായിട്ട് കൂടാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ 2 വർഷത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫിസിക്കൽ ഗോൾഡിന്റെ പ്രൈസിനേക്കാളും കൂടുതൽ റിട്ടേൺ ആണ് ഈ ഫണ്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല. കാരണം ഒരു കോവിഡ് സിറ്റുവേഷൻ ഭയങ്കര അതിരൂക്ഷമായി, എംപ്ലോയീസിനൊന്നും മൈനിലേക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്ട്രൈക്ക് വരുന്നു, ഗവൺമെന്റ് ടാക്സ് കൂട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നടക്കണമെന്നില്ല. എന്നിരുന്നാലും ഏകദേശം പെട്ടെന്ന് എന്തെങ്കിലും ഒരു കലാമിനിറ്റിയോ റയറ്റ്സോ എല്ലാം വന്ന് ഗോൾഡിന്റെ പ്രൈസ് 2000-ൽ നിന്ന് 5000-ലോ 10000-ലേക്കോ പോയാൽ നമുക്ക് വളരെ നഷ്ടമുണ്ടാവില്ല, നമുക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ലോസ് ആവില്ല എന്ന് വിചാരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ, ഇപ്പോൾ നമുക്കൊരു 50 ലാഖിന്റെ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഉണ്ട്, അതിനെ നമ്മൾ ഹെഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ട് ഇക്വിറ്റി മാർക്കറ്റ് തകർന്നടിഞ്ഞു, അപ്പോൾ നമുക്ക് ഗോൾഡിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി എന്നുള്ള ആ ഒരു കോറിലേഷനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ജ്വല്ലറിയിൽ പോയി ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ 50 ലക്ഷത്തിന് ഗോൾഡ് തന്നെ വാങ്ങിക്കേണ്ടി വരും, എന്നാലേ ആ ഒരു ഇത് വരുള്ളൂ. എന്നാൽ ഇവിടെ കുറച്ചും കൂടി ഒരു ലെവറേജ് എടുക്കാൻ പറ്റും ഈ ഒരു കമ്പനികളുടെ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പൊ അത് കാരണം കൊണ്ട് DSP വേൾഡ് ഗോൾഡ് ഫണ്ട് എന്നുള്ള ETF ഒരു മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിന്നും സാധാരണ ഏത് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന പോലെ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ട് വാങ്ങുകയാണെങ്കിൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടുള്ള ഗോൾഡ് മൂവ്മെന്റ്സ് നമുക്ക് കുറച്ചും കൂടി ലെവറേജ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇത് ലെവറേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് $700 താഴേക്ക് വന്നു കഴിഞ്ഞാലും ഇതേ പ്രശ്നം, അതായത് നമുക്ക് വളരെയധികം നമ്മളെ കൂടുതൽ വില നമുക്ക് ഇതുപോലെ താഴേക്ക് വന്നിരിക്കും. ഞാനിപ്പോ റിലയൻസ് PP-നെ പറ്റി നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്. റിലയൻസ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എങ്ങനെയാണ് $100 ഷെയർ പ്രൈസിന് കൂടുമ്പോൾ $100 ഇവിടെ കൂടുന്നു, പക്ഷെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറവായതുകൊണ്ട് കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ളത്. അതിനും ഇതേ ഡേഞ്ചർ തന്നെയുണ്ട്. കാരണം താഴേക്ക് വരുമ്പോൾ അതേ കൂടുതൽ പെർസെന്റേജ് തന്നെ താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഗോൾഡ് ഫണ്ടിന്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വേൾഡ് ഗോൾഡ് ഫണ്ട്. ബ്ലാക്ക് റോക്ക് വേൾഡ് ഗോൾഡ് ഫണ്ടിൽ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് നോക്കൂ. ഇപ്പോൾ US-ലുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാരിക് ഗോൾഡ് കോപ്പിനെ പറ്റി എല്ലാം പറയുന്ന കേൾക്കാം. അതായത് അവിടുത്തെ വലിയ ഒരു മൈനിങ് കമ്പനിയാണ്. അപ്പൊ ഇതെല്ലാമാണ് മൈനിങ് കമ്പനീസ്. ഈ മൈനിങ് കമ്പനീസിലാണ് ഈ ബ്ലാക്ക് റോക്ക് ഗോൾഡ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യുന്നതിന് ഇതൊരു വളരെ നല്ലൊരു മെത്തേഡാണ്. ഇപ്പൊ നമ്മൾ ഗോൾഡ് മുകളിലേക്ക് പോകുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ കൂടുന്നുള്ളൂ. എന്നാലും ചെറിയൊരു തുക, ഇപ്പോൾ ഒരു 10 ലക്ഷം നമുക്ക് ഇക്വിറ്റി അലോക്കേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു 50,000 രൂപയ്ക്കുള്ള DSP വേൾഡ് ഗോൾഡ് ഫണ്ട് ആയിരിക്കാം അതിന് ഏകദേശം ഒരു നല്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് 50,000 വെക്കേണ്ടതുള്ളൂ. കാരണം എങ്ങാനും ഒരു വളരെ വലിയൊരു കാറ്റസ്ട്രോഫിക്കൽ ഒരു പ്രശ്നം ഉണ്ടായി, റയറ്റ്സ് ഉണ്ടായി, വേൾഡ് ഓവർ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനോ വേൾഡ് വാറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ 10 ലക്ഷത്തിന് 50,000 രൂപയുടെ ഗോൾഡ് തന്നെ രക്ഷിക്കുമായിരിക്കാം എന്നുള്ള ഇതാണ് അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ 5-10% കൂടുതൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. 5-10% മാക്സിമം. അപ്പോൾ ഏകദേശം ഒരു 10% ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. കാരണം ഗോൾഡിന്റെ പ്രൈസ് ഇതുപോലെ വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഏകദേശം ആ 10 എന്നുള്ളത് നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ 10% നമ്മൾ ഗോൾഡ് വെച്ചിരിക്കുന്നത്. അത് എന്ന് 12% ആകുന്നു, അപ്പോൾ നമ്മൾ അതിനെ ഒരു ഏകദേശം 2% എടുത്ത് വിൽക്കുക. അതിനുശേഷം അത് കുറഞ്ഞ് 8% ആകുന്നു, അപ്പോൾ നമ്മൾ അത് വാങ്ങി വീണ്ടും 10% ആക്കുക. അപ്പോൾ ഗോൾഡ് പ്രൈസ് കൂടിയിട്ട് തന്നെ ആവണമെന്നില്ല, സ്റ്റോക്ക് പ്രൈസിന്റെ
കൂടുതലും നിങ്ങളും തന്നെ ഇതിന് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ പ്രേരിപ്പിക്കാം. ഗോൾഡ് പ്രൈസിന്റെ ഫ്ലക്ച്വേഷന്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഏകദേശം ഒരു 5-10% കൂടുതൽ നമ്മൾ വെക്കരുത്. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം അവർ ഇക്വിറ്റിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഗോൾഡിൽ മാത്രമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, നമുക്കതിന് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു ഫിനാൻഷ്യൽ അസറ്റ്സിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നതുകൊണ്ട് ഗോൾഡും അതിൽ പെടും. ബാക്കിയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് ഉള്ളതിനാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പൊ അത് കാരണം നമ്മളൊരു ഗോൾഡ് ബഗ് ആവരുത്. അതായത് ഗോൾഡേ വാങ്ങിക്കുള്ളൂ, ഗോൾഡ് മാത്രമേ ഇതിൽ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവാതിരിക്കാൻ നല്ലത്. പിന്നെ ഗോൾഡിന്റെ വാല്യൂ ഏകദേശം ഒരു $1200 എത്തുകയാണെങ്കിൽ അതിനൊരു നല്ല വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വേറൊരു ക്യാമ്പ് പറയുന്നത് അടുത്ത വർഷം തന്നെ 2021 തന്നെ ഗോൾഡിന്റെ വാല്യൂ 1200 അടുത്തേക്ക് താഴെ വരാൻ സാധ്യതയുണ്ട് ഈ പാൻഡമിക് എല്ലാം മാറുമ്പോൾ എന്നുള്ളതാണ്. അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗോൾഡിന്റെ വാല്യൂ $1200 വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രോയ് ഔൺസ് ഗോൾഡ് മൈൻ ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്കുന്നതിന് ഇന്നത്തെ ചെലവ് ഏകദേശം $1000 കൂടുതലാണ്. അപ്പൊ $1200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിനോട് അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പൊ അത് വിട്ട് താഴുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ചൊരു സമയപരിധിയിലേക്ക് മാത്രമാണ് താഴ്ന്ന് പെട്ടെന്ന് മുകളിലേക്ക് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ ഗോൾഡ് $1200 എന്ന് വരുമ്പോൾ ഇപ്പൊ $2000 ഏകദേശം ഒരു 40% കുറയണം. അത് കുറയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ആ സമയത്താണ് വാങ്ങിക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നീടുള്ള ഗോൾഡ് വാങ്ങാൻ വേറെയും ഒരു ബെറ്റർ മെത്തേഡ്, നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആണ് എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാൻഡ്സ് ഔട്ട് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ഇതുകളിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഗോൾഡ് വാങ്ങുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങുന്നതെങ്കിൽ നമുക്കൊരു 10 വർഷമോ 20 വർഷമോ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ, നമുക്കൊരു മകളുണ്ട്, മകളുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ ഈ ഗോൾഡ് വാങ്ങിക്കുന്നു. ഈ മകൾക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ, 20 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷം കൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ട്സ് വളർന്നു കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട്സിനെ സെല്ല് ചെയ്ത് നമുക്ക് ആ സമയത്ത് ഗോൾഡ് വാങ്ങാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 200 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റാണ് ഗോൾഡിനെ ബീറ്റ് ചെയ്തിരിക്കുന്നത് റിട്ടേൺസിൽ. കുട്ടികളുടെ വിവാഹം ആവശ്യത്തിനൊക്കെ ഉള്ളവരാണ് ഈ ഗോൾഡിന്റെ ഏകദേശം 5% കൂടുതൽ 10% വരെ വാങ്ങിക്കാനായിട്ട് ഉള്ള ആളുകൾ. അല്ലെങ്കിൽ ഇത് രണ്ടും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അധികം ഗോൾഡ് വാങ്ങി വെച്ച് അതിലൊരു വളരെ റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഇന്നോവേറ്റീവ് വേസിൽ നമുക്ക് നോക്കണം ഗോൾഡ് വാങ്ങിക്കാനായിട്ട്. ഈ ഗോൾഡ് ഓർണമെന്റ്സ് എല്ലാം വാങ്ങുന്നതിന് പകരം ഇതുപോലുള്ള ഇന്നോവേറ്റീവ്സ്, ETF ഇതല്ല. അപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ പാരന്റ്സ് എല്ലാം അവർക്ക് ചിലപ്പോൾ ഇതിനെ പറ്റി അറിവുണ്ടാവില്ല. അവർ പഴയ ഒരു രീതിയിൽ തന്നെ ഗോൾഡ് ഓർണമെന്റ്സ് എല്ലാം വാങ്ങുന്നതായിരിക്കും. എല്ലാ മാസവും ഒരു ഇത്ര ഗ്രാം വാങ്ങിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഈ ETF വഴി വാങ്ങുന്നതിന് ഉള്ള, അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട്, ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് വഴിയെല്ലാം വാങ്ങുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇന്നത്തെ ഗോൾഡ് വില വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോൾഡ് വളരെയധികം കൂടുന്നു. ചിലപ്പോൾ ഈ ഒരു പോക്കിൽ കുറച്ചും കൂടി കൂടുമായിരിക്കാം. എന്നാലും ഒരു $US ടേംസിൽ ഒരു $500-700 ഒരു ക്രാഷ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മണപ്പുറം, മുത്തൂറ്റ് പോലെയുള്ള അങ്ങനായിട്ട് കൂടുതൽ ഇത് പറയുന്നത്. അപ്പൊ നമുക്കതൊരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റും ആണ്. ഗോൾഡ് പ്രൈസ് കൂടിയാലാണ് മുത്തൂറ്റും മണപ്പുറം കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത്. എന്നിരുന്നാലും കൂടുതൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മുത്തൂറ്റിനും മണപ്പുറത്തിനെല്ലാം എന്താണ് ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഏത് ഒരു അവസ്ഥ വരുമ്പോഴാണ് അവർക്ക് അവരുടെ കമ്പനി പെർഫോമൻസ് വളരെ മോശമാവുക. ഗോൾഡിന്റെ പ്രൈസ് പെട്ടെന്ന് 20-25% കുറയുകയും അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ലോൺ എടുത്തിരിക്കുന്നവരെല്ലാം തിരിച്ചു വരില്ല. കാരണം ഏകദേശം 70-80% എന്റെ എമൗണ്ട് ആണ് അവർ ഗോൾഡ് ലോൺ ആയിട്ട് കൊടുക്കുന്നത്, 70%. അപ്പോൾ അങ്ങനെ ആ ലെവലിലും താഴെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് തിരിച്ചു വന്ന് എടുക്കാതെ കസ്റ്റമേഴ്സ് വരാതിരിക്കുകയും അങ്ങനെ അവർക്ക് ഇത് കൊടുക്കാൻ നോക്കുമ്പോൾ പിന്നീട് ഗോൾഡ് പ്രൈസ് കുറയുകയാണെങ്കിൽ മുത്തൂറ്റിനും മണപ്പുറത്തിനും അത് വെച്ച് അതൊരു NPA പോലെയായി അതിനുള്ള നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഒരു റിസ്ക്. അപ്പൊ ഗോൾഡിന്റെ പ്രൈസ് പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നത് പോലും ഈ കമ്പനിക്ക് അത്ര നല്ലതല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ പെട്ടെന്നൊരു ക്രാഷ് ഓഫ് 20% വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഗോൾഡ് പ്രൈസിന്റെ ഈ ഒരു ഇതും ഇതിന്റെ ഫ്ലക്ച്വേഷൻ എല്ലാം നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള, ഗോൾഡ് പ്രൈസ് കൂടുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും, കുറയാണെങ്കിൽ അത്ര വലിയ ഒരു അടി കിട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ മണപ്പുറം ആൻഡ് മുത്തൂറ്റ് പോലെയുള്ള ഗോൾഡ് ഫിനാൻസിങ് കമ്പനീസിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇത് ഞാൻ എൻ്റെ ഒരു വ്യൂ ഞാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്കും അതിന് പോയി പഠിച്ച് നിങ്ങളുടെ ഹോംവർക്ക് നടത്തിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. Press the bell icon and subscribe to my channel. Thank you for watching.